നാദാപുരത്ത് ഇങ്ങനെ ഒരു പിന്നെ സംഘർഷങ്ങളുടെ, കലാപങ്ങളുടെ, അതിക്രമങ്ങളുടെ ഒക്കെ ഒരു ചരിത്രം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു തീ കെടുത്താൻ ഉള്ള, എല്ലാ കാലത്തേക്കുമായി കെടുത്താനുള്ള പരിശ്രമങ്ങളിൽ സംഭാവനകൾ അർപ്പിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നാദാപുരത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരവസ്ഥയിൽ അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയായി, ഒരു മുസ്ലിം വിരുദ്ധ ഹിന്ദു വർഗീയതയുള്ളൊരു പാർട്ടിയായി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്ന ഒരവസ്ഥാവിശേഷം അവിടെ ഉണ്ടായിരുന്നു, ചരിത്രപരമായി ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നല്ല പോകുന്നത്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഹിന്ദു പാർട്ടിയായി മാറുന്ന ഒരു മുസ്ലിം വിരുദ്ധ വികാരം, അതിൻ്റെ ഒരു അടിക്കല്ലായി വർത്തിക്കുന്ന വളരെ പ്രാദേശികമായ അവസ്ഥ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വരുന്ന ഒന്നല്ല, അവിടുത്തെ ഒരു സാമൂഹികമായ അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാനും അതിനെ തിരുത്താനും അതിൽ നിന്ന് കരകയറാനുമാണ് ശരിക്കും ആ പാർട്ടി ശ്രമിക്കേണ്ടത്. പക്ഷേ വളരെ നിർഭാഗ്യവശാൽ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്രവണത അത് കാണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വടകര എന്ന് പറയുന്ന ഈ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥികളായി ഇതിനു മുമ്പ് വന്നത് മുസ്ലിങ്ങളല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ മുരളീധരൻ വരുന്നു, അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനത്തെ ആൾക്കാരുണ്ടാകുന്നു. അവർക്ക് വേണ്ടിയൊക്കെ പിന്നെ അവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി LDF വോട്ട് ചെയ്യുന്നവരും UDF വോട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം. ഇവരുടെ ഒരു നറേറ്റീവ് അനുസരിച്ച് കൂടുതൽ മുസ്ലിങ്ങൾ UDF വോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെയും അവരൊക്കെ വോട്ട് ചെയ്തത് ഇവർക്കാണ്, അല്ലാതെ മുസ്ലിം സ്ഥാനാർത്ഥികൾക്കൊന്നല്ല. അപ്പോൾ അവർക്ക് പകരം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വന്നപ്പോഴേക്ക് എലക്ഷൻ ക്യാമ്പയിനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വികാരമായി ഈ പഴയ അവിടെ പതുങ്ങിക്കിടക്കുന്ന ഈ മുസ്ലിം വിരുദ്ധ വികാരത്തെ പാർട്ടിക്ക് അനുഭവപ്പെടുന്നു. അതിനെ ഒന്ന് ഉദ്ദീപിപ്പിച്ചാൽ കാര്യമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഹ്രസ്വദൃഷ്ടിയോടുകൂടി സമൂഹത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണമോ ദോഷമോ ഒന്നും നോക്കാതെ ഒരു എലക്ഷൻ മാത്രം ചിത്രത്തിൽ കാണുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്.